ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കംപ്ലൈന്റ് കൊടുക്കണമെന്ന് തന്നെയാ ശാലിനി ചേച്ചിയും വിഷ്ണുവേട്ടനും ഒക്കെ പറയുന്നത്. എന്താ ബാപ്പച്ചി ചെയ്യണ്ടേ? ബാപ്പച്ചി പറയണത് പോലെ ചെയ്യാം. കംപ്ലൈന്റ് കൊടുക്കണോ? പറയുന്നത് മുഴുവൻ നുണയാണെന്ന് ഞാൻ പറയൂ. അവിടെ സംഭവിച്ചത് മറ്റെന്തൊക്കെയാണ്. അത് നൂറിന് നമ്മളോട് പറയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നൂറിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. വിഷ്ണുട്ടാ, ആരെങ്കിലും സംശയമുണ്ടോ? വേറെ ആരെ സംശയിക്കാൻ? ഇതവൻ തന്നെയാ, നസീർ. വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ് അവൻ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കി നൂറിന് ഉപദ്രവിക്കുക മറ്റോ ചെയ്തിട്ടുണ്ടാവും. സുബൈർക്ക് വന്ന് എതിർത്തിട്ടുണ്ടാവും. അതിന്റെ വൈരാഗ്യത്തിൽ ചെയ്തായിരിക്കും അവൻ. പാവം, അടുത്തറിയവരിൽ നിന്ന് ഇങ്ങനൊരു ചതിയൊരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ബാപ്പച്ചി പേടിക്കണ്ട, നേരിയൊരു ചൂടുണ്ട്. അതീ മരുന്ന് ചെല്ലുമ്പോ മാറിക്കോളൂ. ബാപ്പച്ചി ബാപ്പച്ചി, ദേ ഇതാരൊക്കെയാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. സുബൈർക്ക് എന്തിനെങ്ങനെ സങ്കടപ്പെടുന്നേ? ഇത് മരുന്ന് കഴിക്കുമ്പോൾ മാറിക്കോളും. പണ്ടത്തെക്കാളും 10 മടങ്ങ് കരുത്തോടെ സുബൈർക്ക് തിരിച്ചു വരും. ഇതിപ്പം ആരാ ഉപദ്രവിക്കാൻ വന്നതെന്ന് മനസ്സിലായില്ല അല്ലേ? അതിന് ഞാനങ്ങോട്ട് ഓടി വന്നപ്പോൾ നൂർജഹാനോട് പറഞ്ഞത് കുളിമുറിയിൽ വീണെന്നാ. അതെന്തുകൊണ്ടാ പറയാത്തതെന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും കംപ്ലൈന്റ് കൊടുക്കണം. തെറ്റ് ചെയ്തവരെ നമ്മൾ സംരക്ഷിച്ചു നിർത്തുമ്പോൾ അവരെ വീണ്ടും തെറ്റ് ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുക. കംപ്ലൈന്റ് കൊടുക്കണമെന്ന് തന്നെയാ ശാലിനി ചേച്ചിയും വിഷ്ണുവേട്ടനും ഒക്കെ പറയുന്നത്. എന്താ ബാപ്പച്ചി ചെയ്യണ്ടേ? ബാപ്പച്ചി പറയണത് പോലെ ചെയ്യാം. കംപ്ലൈന്റ് കൊടുക്കണോ? കണ്ടില്ലേ, ബാപ്പച്ചി സമ്മതിക്കില്ല. ഒരാൾക്കും നമ്മളായിട്ട് ഒരു അനിഷ്ടക്കേട് ഉണ്ടാക്കുന്നത് ബാപ്പച്ചിക്ക് ഇഷ്ടമല്ല. ബാപ്പച്ചിക്ക് കിട്ടുന്നത് ഇതുപോലുള്ള അനുഭവങ്ങളായിരിക്കും. നൂർജഹാൻ, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായവും ഞങ്ങൾ ചെയ്തു തരാം. വിഷ്ണുട്ടാ, അവൻ തന്നെ ചെയ്തിരിക്കുന്നേ, നസീർ. അവനുള്ളത് പോലീസ് കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ കുരുക്കറിയണമെന്ന്. ഇവിടെ ഇപ്പൊ എറിയേണ്ട സ്റ്റേജൊക്കെ കഴിഞ്ഞു. കുരുക്കറിയാൻ പോയിട്ട് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും സമയം തരുന്നില്ല. ശാലിനിയുടെ ഇപ്പോഴത്തെ പോക്കിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അഴിച്ചുവിട്ട പട്ടം പോലെ അവള് നമ്മുടെ തലയ്ക്ക് മീതെ പാറി പറക്കുക. എപ്പോഴാ അത് തലയും കൊണ്ട് പോവാന്ന് പറയാൻ പറ്റില്ല.
എന്തെങ്കിലും ഉടനെ ചെയ്യേണ്ടിയിരിക്കുന്നു. നായയാണെങ്കിലും മനുഷ്യനാണെങ്കിലും മറ്റുള്ളവരുടെ ജീവന് ഭീഷണിയാണെങ്കിൽ ഒന്നെങ്കിൽ വെടിവെച്ചങ്ങ് കൊല്ലണം, ഇല്ലെങ്കിൽ തളർന്നെവിടെങ്കിലും കിടക്കുന്നത് വരെ നമ്മളൊന്ന് പതുങ്ങി മാറി നിന്ന് കൊടുക്കണം. ശാലിനിയെ പേടിച്ച് ഒളിച്ചു നിൽക്കാനുള്ള പരിപാടിയാണോ? അതിനൊന്നും എന്നെ കിട്ടില്ല. ഒളിച്ചിരിക്കണമെന്ന് ആര് പറഞ്ഞു? പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടാണോ? ഇരകളെ തന്ത്രപൂർവ്വം വീഴ്ത്താനല്ലേ? ഏതു രീതിയിലാണെങ്കിലും ശത്രുവിന്റെ പത്തി താഴണം, അതേ നമുക്ക് വേണ്ടൂ. ഇനി എന്തായാലും ശാലിനിയുടെ ഒരു നോട്ടം ആ വീട്ടിലുണ്ടാവും. നമ്മൾ എന്ത് ബിസിനസ് അവിടെ നടത്തിയാലും അത് ഇല്ലീഗലാണെന്ന് വരുത്തി തീർത്ത് അവള് നമ്മളെ തളർത്തിക്കൊണ്ടേയിരിക്കും. എങ്കിൽ നമുക്ക് ആ സ്ഥാനം ഒന്ന് മാറാം. ഒന്നും ചെയ്യാനാവാതെ വെറുതെ ആ വീട് ഇട്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് അതങ്ങ് വിറ്റുകളയാം. വിൽക്കാനോ? പിന്നെ ഒരു ഉപയോഗവും ഇല്ലാത്തൊരു പ്രോപ്പർട്ടി നഷ്ടം സഹിച്ച് എന്തിനാ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വിറ്റാ കിട്ടുന്ന കോടികളും വാങ്ങി മനസമാധാനത്തോടെ രാമനാമവും ജപിച്ച് അങ്ങിരിക്കാം. മലേഷ്യയിൽ ഇപ്പോൾ ഉള്ള ബിസിനസ് ഒന്ന് വിപുലമാക്കുകയും ചെയ്യാം. ഓ, അപ്പൊ പിന്നെ ഇത് വിറ്റാ ഞാനിവിടെ പോവും? ആ ചോദ്യത്തിനുള്ള ഉത്തരം നീ നിന്നോട് തന്നെയാ ചോദിക്കേണ്ടത്. കാരണം നിന്റെ നിലനിൽപ്പ് നോക്കേണ്ട ഉത്തരവാദിത്തം നിനക്ക് തന്നെ. ഓ, ഇത്രയും നാള് നിങ്ങൾ പറയുന്നത് കേട്ട് അനുസരണയോടെ നിന്നെ കൂലിയാണല്ലേ നിങ്ങൾ രണ്ടുപേരും എനിക്ക് തരുന്നത്? അല്ലെങ്കിൽ എനിക്കിത് വേണം. വേണ്ടപ്പെട്ടവരെല്ലാം വെറുപ്പിച്ച് ഒപ്പത്തിനൊപ്പം നിന്ന് പലരെയും ദ്രോഹിച്ചതിന് ഒരു തിരിച്ചടി എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. പക്ഷേ അത് ഇത്രയും പെട്ടെന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വിഷ്ണു ശ്യാമയൊക്കെ പറഞ്ഞത് ശരിയാ. എന്നെ ശരിക്കും നിങ്ങളൊരു ടൂളായിട്ട് ഉപയോഗിക്കുകയായിരുന്നല്ലേ? പിന്നെ നീ എന്ത് കരുതി? കൊട്ടാരവും കെട്ടിത്തന്ന് പിന്നെ നിന്നെ അവിടുത്തെ കൊച്ചുതമ്പുരാനാക്കി ആജീവനാന്തം വാഴിക്കുമെന്നോ? ഞങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാള് വേണമായിരുന്നു. അത് തന്നെയായിരുന്നു നീ. കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നീയും നിറവേറിയില്ലേ? ഇനി ഇതിൽ നീ സ്വപ്നം കാണണ്ട. ഇത് ഞാൻ വിൽക്കാൻ തന്നെ തീരുമാനിച്ചതാ. ഇതിപ്പോ കുപ്പിയിൽ നിന്ന് ഭൂതത്തിന്റെ കഥ പോലെ ആയല്ലോ. ഒരു സുപ്രഭാതത്തിൽ എല്ലാം അങ്ങ് വാരിക്കോരി തന്നു. മറ്റൊരു സുപ്രഭാതത്തിൽ എല്ലാം തിരിച്ചെടുക്കാന്ന് പറയുമ്പോഴേ ഏതൊരാളും അനുസരിക്കാൻ ഒരു മടിയൊക്കെ കാണിക്കും. മനസ്സിലായില്ല? ആ, ഇതിൽ മനസ്സിലാക്കാനൊന്നുമില്ല. ആ വീട് സ്ഥലം വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. മറ്റൊരാളുടെ താല്പര്യം ഇവിടെ നടത്താൻ ഞാൻ സമ്മതിക്കത്തുമില്ല. അങ്ങനെയല്ലല്ലോ നമ്മൾ പറഞ്ഞുറപ്പിച്ചിരുന്നത്. അങ്ങനെ പറഞ്ഞുറപ്പിച്ച പലതും നമ്മൾ ബോധപൂർവ്വം മറന്നിട്ടില്ലേ? അതുപോലെ ഇതും അങ്ങ് മറന്നേച്ചാ മതി. അവിടെ എന്ത് ചെയ്യാനും ഞാൻ കൂടെ ഉണ്ടാവും, വിൽക്കുന്നത് ഒഴിച്ച്. ഇനി ഇക്കാര്യത്തോട് ചർച്ചയില്ല. ഇടംതിരിവാണല്ലോ അവൻ കാണിക്കുന്നത്. സംശയം വേണ്ട, പാമ്പ് തിരിഞ്ഞു കൊത്തി. ഇനിയപ്പോ നമ്മൾ കൊടുത്ത പാല് തിരിച്ചെടുക്കണം. അതെങ്ങനെ വേണമെന്ന് ഇനിയുള്ള ഇവന്റെ പോക്ക് നോക്കിയിട്ട് പറയാം.